ഞങ്ങളുടെ കൈകൾ കെട്ടിയിട്ടിരിക്കുന്നു എന്ന നിലയിലൊന്നും ഇവിടെ ഒരു കാര്യവും അവതരിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ഒരുപക്ഷെ പറയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ സിനിമാ രംഗത്ത് വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു റിട്ടയർഡ് ജസ്റ്റിസ് ചെയർമാനായിക്കൊണ്ട് ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. അത് ഈ കേരളത്തിലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന WCCയുടെ പ്രവർത്തകർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട്, പിണറായി വിജയനെ നേരിട്ട് കണ്ട് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ മൊഴികളും മറ്റും ശേഖരിക്കപ്പെടുന്നു. അതിനകത്ത് മൊഴി നൽകിയ ആളുകൾ, ആ ആളുകളുടെ അവരുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അവർ ഈ കമ്മീഷൻ്റെ മുന്നിലേക്ക് പറയുന്ന കാര്യങ്ങൾ അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തുമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സ്വകാര്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് സുപ്രീം കോടതി മാനദണ്ഡം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ആ സുപ്രീം കോടതി മാനദണ്ഡം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഈ റിപ്പോർട്ട് സാധാരണഗതിയിൽ പുറത്തു വിടാവൂ എന്ന് തന്നെയാണ് ഹേമ കമ്മീഷൻ താങ്കൾ തുടർച്ചയായി കമ്മീഷൻ എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ തിരുത്തുന്നത്. കമ്മീഷൻ അല്ല കേട്ടോ, കമ്മിറ്റിയാണ്. കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് തന്നെ, കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ആ കമ്മിറ്റിയുടെ ചെയർമാൻ ജസ്റ്റിസ് ഹേമ തന്നെ ഈ പറഞ്ഞ 19/2/2020 കത്ത് നൽകുന്നത്. ഈ കാര്യങ്ങൾ വ്യക്തമാണ്. ഇവിടെ കേരളത്തിൽ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നു. എവിടെയും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു കാലഘട്ടത്തിലും സർക്കാർ തയ്യാറായിട്ടില്ല. ഞാൻ പറയട്ടെ സജീഷ്, 4.5 വർഷം നിങ്ങൾ അതിന്മേൽ ഒരു കാര്യം പോലും അനക്കിയില്ല. സജീഷ്, ഇതിലെ ഇരകളുടെ വിവരങ്ങൾ പുറത്തേക്ക് വിടൂ എന്ന് ഇവിടെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇരകളുടെ പേരുവിവരങ്ങൾ, ഇരകൾ അനുഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇരകളുടെ പേരുവിവരം പുറത്തുവിടുന്ന ഏത് ലൈംഗിക പീഡന കേസിലും അത് തന്നെയാണ് ഇവിടെ രാജ്യത്തെ നിയമം. അതിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ മാത്രമല്ലല്ലോ. അത് മൊഴിയെടുക്കലൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് എടുത്തത് നമുക്കറിയാം. നമ്മൾ ആവശ്യപ്പെടുന്ന അതല്ല. ഇതിന്മേൽ എന്ത് നടപടി ഈ 4.5 വർഷം ചെയ്തു? ഈ നിമിഷം വരെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന ഉത്തരവാദിത്തമില്ലാത്ത മറുപടിയല്ലേ പറഞ്ഞിട്ടുള്ളത്? ഈ 4.5 വർഷം വൈകിച്ചതിനെ എങ്ങനെ വിശദീകരിക്കും? അല്ല, 4.5 വർഷം വൈകിച്ചതല്ല. ഈ പറഞ്ഞ ഇതിനകത്ത് ആദ്യം സാംസ്കാരിക വകുപ്പിൻ്റെ വിവരാവകാശ സെക്രട്ടറിക്ക് നൽകിയ കത്തും അതിനുശേഷം തുറന്ന് അതിൽ ഈ പറഞ്ഞ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മറുപടി ലഭിക്കാതിരുന്ന സമയത്ത് പിന്നീട് സംസ്ഥാന വിവരാവകാശ കമ്മീഷന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പരാതിയായിട്ട് പലരും വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ കമ്മീഷൻ തന്നെ വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടാൻ വേണ്ടി കഴിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന ആവശ്യം വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഇതിനെയെല്ലാം ഓവർ റൂൾ ചെയ്തുകൊണ്ട് പിന്നീട് പുതിയ വിവരാവകാശ കമ്മീഷൻ, പിന്നീട് വന്ന വിവരാവകാശ കമ്മീഷൻ 2024 സെപ്റ്റംബർ 7 സർക്കാരിന് നിർദ്ദേശം നൽകുന്ന ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി അതിൻ്റെ ഇടയിലെല്ലാം ഈ പറഞ്ഞ നിയമപരമായ കാര്യങ്ങൾ നിൽക്കുകയായിരുന്നു. പിന്നീട് അതിനുശേഷം കോടതിയിൽ വന്ന കേസുകൾ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടതായതുകൊണ്ടാണ് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത്. ആ കേസ് ഉൾപ്പെടെ എല്ലാം കോടതി ഈ ഭാഗം ഒഴിവാക്കി തുടർന്ന് ഇത് പുറത്തുവിടാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഘട്ടം വരെ അവസാനം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖ നടി ഉൾപ്പെടെ കൊടുത്ത ഹർജികൾ തള്ളിക്കൊണ്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് കൃത്യമായി ഗവൺമെൻറ് ഈ കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടു. ഗവൺമെൻറ്റിന് ഈ കമ്മീഷനെ നിശ്ചയിക്കുന്ന കാര്യത്തിലും തുടർന്ന് മുന്നോട്ട് പോകുന്ന കാര്യത്തിലും എല്ലാം കർശനമായ നിലപാടുണ്ടായിരുന്നു. ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനമായും കാണേണ്ടത് ഇത്തരത്തിലൊരു കമ്മിറ്റിയെ നിയോഗിക്കാൻ ഇടയായ സാഹചര്യം ഉൾപ്പെടെ നമുക്കറിയാം. ഒരു പ്രമുഖ നടനാൽ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. ആ കേസിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചു. അതിൽ പ്രതികളായ ആളുകൾ ഉൾപ്പെടെ ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അത്രയും ശക്തമായ നിലപാട് കേരളത്തിൽ കണ്ടു. മാത്രവുമല്ല, ഇവിടെ UDFൻ്റെ ആളുകളെല്ലാം ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് അവിടെ ജയിലിൻ്റെ മുന്നിൽ പോയി ഈ പറഞ്ഞ ഇരക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരന് വേണ്ടി കരയുകയും വേട്ടക്കാരന് വേണ്ടി നിലപാട് സ്വീകരിക്കുകയും ചെയ്ത ആളുകളെ UDFൻ്റെ സ്ഥാനാർത്ഥിയായി കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിപ്പിച്ച ആളുകളാണ് ഇപ്പോൾ മുതലക്കണ്ണീരുമായി ഇറങ്ങുന്നത് എന്നുകൂടി കാണേണ്ടതുണ്ട്. അതുമാത്രവുമല്ല, ഈ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള നടൻ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ആദ്യ സ്വീകരണം കൊടുത്തത് ആലുവ നഗരസഭയാണ്. അതിനകത്ത് അവിടെ ആ സ്വീകരണത്തിൽ ജബി മേത്തർ MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ചേർന്നുകൊണ്ടാണ് ഇദ്ദേഹത്തെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് എന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രതിപക്ഷത്തിന്റെ ആത്മാർത്ഥതയാണ് ഇപ്പോൾ സജീഷ് ചോദ്യം ചെയ്തിരിക്കുന്നത്.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.